എക്സാമിനർ ഫാമിലി. അപ്പോൾ ഓണം എക്സാം ഇതാ നമ്മളുടെ മുമ്പിൽ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് വിശ്വാസം. അപ്പോൾ നിങ്ങളുടെ പോർഷൻസ്, അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ +1 സമയത്ത് നിങ്ങളുടെ സ്കൂൾ വൈസ് ആയിട്ടാണ് എക്സാം നടത്തുന്നത്. നിങ്ങൾക്ക് ഏതൊക്കെ പോർഷൻസ് ആണ് സ്കൂളിൽ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഓണം എക്സാംസ് നടത്തുന്നുണ്ടാവുക എന്നുള്ള വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണല്ലേ. അപ്പം എൻ്റെ കുട്ടികൾക്ക് നമ്മളുടെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് നമ്മളിപ്പോൾ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഓണം എക്സാമിൻ്റെ പോർഷൻസ് കംപ്ലീറ്റ് അടിപൊളിയാക്കി ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ആയിട്ടുള്ള ലൈവുകളും കാര്യങ്ങളൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈവ് ക്ലാസ്സുകൾ, അതിൻ്റെ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വർക്ക് ഷീറ്റുകൾ നിങ്ങൾക്ക് നൽകും അല്ലേ. അതായത് ഓരോ ചാപ്റ്ററിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള വർക്ക് ഷീറ്റ്സ്, അതേപോലെ തന്നെ സെലക്റ്റഡ് ആയിട്ടുള്ള NCERT ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് അവൈലബിൾ ആണ്. അതുപോലെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാം, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമ്മുടെ അഗ്നി ബാച്ചിൽ ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യമായിരുന്നു മോഡൽ എക്സാംസ് എന്ന് പറയുന്നത് അല്ലേ. ഓരോ എക്സാംസ് വരുമ്പോഴും, അതായത് ഓണം എക്സാം വരുമ്പോഴും, അതേപോലെ ക്രിസ്മസ് എക്സാം, മോഡൽ എക്സാം ആൻഡ് ഫൈനൽ എക്സാം വരുന്ന സമയത്ത് എക്സാമിനറിൻ്റെ വക നിങ്ങൾക്ക് ഒരു മോഡൽ എക്സാം ഉണ്ടായിരിക്കും. ബാച്ച് കുട്ടികൾക്ക് എക്സ്ക്ലൂസീവ്ലി ആയിട്ടുള്ള ഒരു ഓഫർ ആയിരുന്നു ഇതെന്ന് പറയുന്നത് അല്ലേ, ഒരു ഫീച്ചർ ആയിരുന്നു ഇത്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ഓണം എക്സാം തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് അല്ലേ. എന്തുകൊണ്ടാണ് നമ്മൾ ഈ മോഡൽ എക്സാം, അല്ലെങ്കിൽ നിങ്ങൾ ഓണം എക്സാം എഴുതുന്നതിന് മുമ്പ് ഒരു മോഡൽ എക്സാം എഴുതുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം ഒരു എക്സാമിന് നമ്മൾ പോകുന്ന സമയത്ത് ഒറ്റയടിക്ക് അങ്ങോട്ട് പോയിട്ട് എഴുതുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ചില ക്വസ്റ്റ്യൻസിന് നമുക്ക് സമയം തികയാതെ വരും. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവും. അപ്പോൾ എപ്പോഴും മോഡൽ എക്സാം എഴുതിയിട്ട് പോകുക എന്ന് പറയുന്നത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോഴാണ് നമുക്ക് എവിടെയൊക്കെയാണ് അറിയാത്തത്, ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര സമയം ഓരോന്നിനും എടുക്കുന്നുണ്ട്, ഇത്ര സമയത്തിനുള്ളിൽ നമുക്ക് കൃത്യമായിട്ട് എല്ലാ പോർഷൻസിലെയും ആൻസേഴ്സ് വൃത്തിയായിട്ട് എഴുതാൻ വേണ്ടി പറ്റുമോ, എല്ലാത്തിനെയും ഒരു റിയാലിറ്റി ചെക്ക് തന്നെയാണ് മോഡൽ എക്സാം. സോ എന്തായാലും നിങ്ങളൊരു എക്സാമിന് പോകുന്നതിന് മുമ്പ് ഒരു മോഡൽ എക്സാം എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ മാർക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺഫിഡൻസും കാര്യങ്ങളും ഒക്കെ കൂട്ടാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. സോ നമ്മളുടെ എക്സാമിനർ അഗ്നി ബാച്ച് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഓണം എക്സാം ബേസ്ഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഫുൾ ലെങ്ത് നമ്മളുടെ മോഡൽ എക്സാം ടെസ്റ്റ് നമ്മൾ നടത്താൻ വേണ്ടി പോവാണ്. അപ്പോൾ എക്സ്ക്ലൂസീവ്ലി ഫോർ ബാച്ച് സ്റ്റുഡൻസ് ആണ്. സോ അതിൻ്റെ ഡേറ്റ് ആണ് മിസ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നോക്കാം, നിങ്ങൾക്ക് നമ്മളുടെ ബാച്ചിൽ നടക്കാൻ വേണ്ടി പോകുന്ന ഓണം എക്സാമിൻ്റെ മോഡൽ എക്സാം ടൈം ടേബിൾ ആണ് മിസ് പറയാൻ പോകുന്നത്. ഓഗസ്റ്റ് 9 മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് നാളെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഓഗസ്റ്റ് 9 ഫസ്റ്റ് എക്സാം നമ്മുടെ ഫിസിക്സ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫിസിക്സ് എക്സാം ആയിരിക്കും ആദ്യത്തെ എക്സാം. ആൻഡ് നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് ഓഗസ്റ്റ് 10 കെമിസ്ട്രിയുടെ മോഡൽ എക്സാം ആണ് നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നത്. ദെൻ ഓഗസ്റ്റ് 11 ബയോളജിയുടെയും അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസിലെ മക്കൾക്ക് കമ്പ്യൂട്ടർ സയൻസിൻ്റെയും മോഡൽ എക്സാം ആയിരിക്കും നടത്തുന്നുണ്ടാവുക. ആൻഡ് ഓഗസ്റ്റ് 12 ലാസ്റ്റ് ആയിട്ട് മാത്സിൻ്റെ മോഡൽ എക്സാം ആയിരിക്കും നടത്തുക. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള ഓരോ ദിവസവും നിങ്ങൾക്ക് ഓരോ എക്സാമുകളാണുള്ളത്. സോ ഈ എക്സാം എഴുതുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ്, വെറുതെ പോയി എഴുതല്ല ചെയ്യേണ്ടത്. നിങ്ങളിപ്പോൾ അത്യാവശ്യം പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് കണ്ടിട്ട് തന്നെ ഇത് എഴുതിയാലേ നിങ്ങൾക്ക് അതിനൊരു ഉപകാരം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ വെറുതെ ഒരു മോഡൽ എക്സാം എഴുതുന്നു, നിങ്ങൾ തോന്നിയ പോലെ എന്തോ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക, എഴുതാൻ വേണ്ടി നോക്കുക. നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് ഓഗസ്റ്റ് 9 നിങ്ങൾക്ക് നാളെ ഫിസിക്സ് എക്സാം ആണ് എന്ന് വിചാരിച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. ബാക്കിയെല്ലാം, അതായത് നിങ്ങൾ മാക്സിമം സിൻസിയർ ആയിട്ട് എക്സാം എഴുതുക. കാരണം നമുക്ക് നോക്കാനും പിടിക്കാനൊന്നും ആരുമില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് സമയം സെറ്റ് ചെയ്തിട്ട് നിങ്ങളൊരു പ്രോപ്പർ എക്സാം എഴുതുന്ന ഒരു ആംബിയൻസിൽ തന്നെ ഇരുന്നുകൊണ്ട് എഴുതുക. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുമെന്നല്ല. കൃത്യമായിട്ട് ടൈം സെറ്റ് ചെയ്യുക. ആൻഡ് കൃത്യമായിട്ട് പേപ്പറും പെന്നൊക്കെ എടുത്തിട്ട് ഒരു ശരിക്കുള്ള ഒരു മോഡൽ എക്സാം എഴുതുന്നത് പോലെ തന്നെ നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ പ്രത്യേകം പറയുകയാണ്, ഇത് നമ്മുടെ ബാച്ചിലെ കുട്ടികൾക്ക്, അതായത് നമ്മുടെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ള മക്കൾക്ക് മാത്രം ഉള്ള ഒരു ഓഫറാണെന്ന് മനസ്സിലാക്കുക. സോ ഇപ്പോഴും നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള അവകാശം, അല്ലെങ്കിൽ എന്താണ് ആ ഒരു ചാൻസ് ഇപ്പോഴും ഉണ്ട് എന്നാണ് മിസ്സിന് പറയാനുള്ളത്. അപ്പോൾ ഓണം എക്സാം ആയിട്ടുള്ളൂ, ഇനി നമുക്ക് ക്രിസ്മസ് എക്സാമും മോഡൽ എക്സാമും +1 എക്സാമും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് നിങ്ങളിങ്ങനെ നീണ്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അവസാനം നിങ്ങളിങ്ങനെ റിവിഷൻ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകാതെ ഇപ്പോഴേ നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മകളെ നിങ്ങൾക്കും നേടിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ ഈ ഒരു ഫുൾ മാർക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ
ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ അഡ്മിഷൻസ് ഇപ്പോഴും ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ സ്പെഷ്യൽ ഓഫർ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. 3999 ആണ് ഇപ്പോൾ നമ്മുടെ ബാച്ചിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. സോ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ആസ് എ അഗ്നി ബാച്ച് സ്റ്റുഡൻറ്റിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവരുടെയും പോലെയുള്ള എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്കും അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ ബുക്ക് സെറ്റിൻ്റെ കാര്യം കൂടെ മനസ്സിലാക്കുക. അതായത് നമ്മളുടെ +1 +2ൻ്റെ ബുക്ക് സെറ്റിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 1430 നിങ്ങൾക്ക് 1200 രൂപയ്ക്ക് നമ്മുടെ ബാച്ചിൻ്റെ ബുക്സും നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ ആക്കാനുള്ള ഒരു വഴിയുണ്ട്. ഇനി യൂട്യൂബിലെ കുട്ടികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ യൂട്യൂബിൽ നമുക്ക് ലൈവുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ നോട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും കൂടെ ജോയിൻ ചെയ്യുക. ഈ ഒരു വീഡിയോൻ്റെ താഴെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റീൻ്റെ ലിങ്ക് കാണാൻ പറ്റും. അതിൽ ജോയിൻ ചെയ്യുക. സോ പ്രോപ്പറായിട്ടുള്ള അപ്ഡേറ്റ്സും അതുപോലെ തന്നെ നോട്ട്സും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഈ ബാച്ച് സ്റ്റുഡൻസ് പ്രത്യേകം ഓർക്കുക, ഈ ഒരു ഡേറ്റ്സ് കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് തന്നെ എക്സാം എഴുതുക. ആൻഡ് ഈ ഒരു ഓണം എക്സാം ഏറ്റവും അടിപൊളിയാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.